ഹലോ നമസ്കാരം. ഇന്നൊരു ചെറിയ യാത്ര പോകാമെന്ന് വിചാരിച്ചു. വേറെ കൊല്ലം നമ്മുടെ അടുത്ത് തന്നെ തെമ്മല വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പെയ്യെ വണ്ടിയൊക്കെ എടുത്ത് നേരെ പുനലൂർ വഴി തെമ്മലയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടതിന് ശേഷമാണ് ഞങ്ങളൊന്ന് ഇറങ്ങിയത്. നേരത്തെ ഇറങ്ങി, ഒരു 11:15 കൂടി നമ്മൾ ഇറങ്ങി ഇങ്ങനെ പെയ്യെ മുന്നോട്ട് പോയി. ടൗണിലൊന്നും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ചെറിയ തിരക്ക് കുറഞ്ഞ ദിവസമായതുകൊണ്ടാണ് നേരെ തെമ്മല റൂട്ടിലോട്ട് നമ്മളിപ്പോൾ കയറി പോകാമെന്ന് വിചാരിച്ചത്. എന്നാലും തിരക്ക് കുറവാണെങ്കിലും ഈ റോഡ് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു റോഡാണ്. എപ്പോഴും വലിയ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഒരു വഴിയാണിത്. ഇവിടെ അങ്ങനെ തിരക്കുണ്ടെങ്കിൽ പോലും വലിയ വാഹനങ്ങൾ വന്ന് ബ്ലോക്ക് ആവുന്നൊരു തിരക്കേ ഉള്ളൂ. മെയിനായിട്ട് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നവരും വാഹനം ഓടിക്കുന്നതും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ്, വലിയ വാഹനങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. കാരണം നൈറ്റ് ഓടി വരുന്നവരും കാണും, ലോഡും കൊണ്ട് വരുന്നവർ കാണും. നമ്മൾ ചെറുവണ്ടിക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ റോഡിൽ നമ്മൾ വലിയ വണ്ടിക്കാർക്ക് ചെയ്തു കൊടുത്താൽ അത് വളരെയധികം നല്ലൊരു തീരുമാനമാകും. അത് ഈ അടുത്ത സൈഡിൽ കാണുന്ന ഒരു ദുർഗാദേവി ക്ഷേത്രമാണ്. വളരെ വ്യൂ ആണ് ആ ക്ഷേത്രം. അതാണ്ടേ കണ്ടില്ലയോ, നല്ല തിരക്കാണ്. വലിയ വണ്ടികൾ രണ്ട് സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ നല്ല റഷാണ്. പിന്നെ പെയ്യെ കൊണ്ടേ ഇവിടുത്തെ യാത്രകൾ മുന്നോട്ട് പോകും. അങ്ങനെ നമ്മൾ ആ ബ്ലോക്കിൽ കുറച്ച് നേരം നമ്മളൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് കുടുങ്ങി കിടന്നു. അവിടെ നേരെ പിന്നെ വണ്ടി എടുത്തു. സൈഡിലെ നല്ല ചെറിയ മഞ്ഞ് കോട ഇറങ്ങി കിടപ്പുണ്ട്. ചെറിയൊരു മഴയുടെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ടതാണ്ട്. ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ്, പേര് കേട്ടെ. ഈ റോഡിലൂടെ വരുന്നതാണ്ട് ഈ ഒരു ഒറ്റ പമ്പേ ഉള്ളൂ, ഉറുവെന്ന്. ഈ പമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേ ഉള്ളൂ അടുത്ത പെട്രോൾ പമ്പ്. ഉറുവെന്ന് പമ്പ് എന്നാണ് ഈ പമ്പിൻ്റെ പേര്. ഈ റോഡിൽ കൂടെ വരുന്നവർ എത്രയും പെട്ടെന്നുള്ള ഒരാൾക്കാർ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഈ സൂം ചെയ്ത് കാണിക്കുന്നൊരു ബിൽഡിങ് പണ്ട് തൊട്ടേ ഇവിടെ ഒരു ബിൽഡിങ്ങാണ്. ഞാൻ നോക്കിയെടുത്തോളം ഞാൻ വിചാരിച്ച് വെച്ചേക്കുന്നത്, എനിക്ക് തോന്നുന്നു ഒരു പഴയ ലോഡ്ജാണോ അതോ പഴയ എന്തെങ്കിലും സർക്കാർ സ്ഥാപനമാണോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ എന്തൊക്കെയായാലും ഒരു പഴയ ഒരു ബിൽഡിങ്ങാണ്. എന്തൊക്കെയോ ഓർമ്മകൾ അധികം ഉണർന്ന് കിടക്കുന്ന പോലൊരു തോന്നൽ. എന്നാണ്ട് ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ കയറണമെന്ന് ഉദ്ദേശിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് പോയപ്പോൾ കണ്ടപ്പോൾ നിർത്തിയതാണ്. നല്ലൊരു വ്യൂ കിട്ടുന്നൊരു സ്ഥലത്ത് വന്നപ്പോൾ നമ്മുടെ വണ്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. അങ്ങനെ നമ്മൾ എക്കോ ടൂറിസത്തിൽ ചെന്ന് കയറി. എക്കോ ടൂറിസത്തിൽ ചെന്നപ്പോഴാണ് അവിടെ ഈ പറയുന്ന പോലെ അതുപോലുള്ള തിരക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്ന് ടിക്കറ്റ് എടുക്കണം. മനോഹരമായിട്ടാണ് അവർ ഈ എക്കോ ടൂറിസത്തിൻ്റെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വൃക്ഷങ്ങളും കാര്യങ്ങളും പൂക്കളും അത്യാവശ്യം നല്ല രീതിയിലാണ് സർക്കാർ സ്ഥാപനമാണെങ്കിലും സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമ്മുടെ സർക്കാർ ടൂറിസത്തിലോട്ടൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടെന്നുള്ളൊരു ഇതാണ് നമുക്ക് ഈ ഇവിടെ കിട്ടുന്ന ഒരു റിസൾട്ട്. ഇപ്പം വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, വണ്ടികളൊന്നും ഇല്ല. വളരെയധികം പാർക്കിംഗ് ഏരിയയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. 2 പേർക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നു. നമ്മൾ ടിക്കറ്റ് എടുത്ത് അങ്ങനെ വെളിയിലിറങ്ങി. 140 രൂപ ടിക്കറ്റിനായത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ മടക്കി വണ്ടിക്കകത്ത് വെച്ചിട്ട് ഇതൊക്കെ വണ്ടി മുന്നോട്ടെടുത്തു. ഇതാണ് കല്ലട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഗേറ്റ്, അതായത് തെമ്മല ഡാമിലാണ്. ഡാമിൻ്റെ വിഷ്വൽസാണ് നമ്മളിപ്പോൾ കാണുന്നത്. തെമ്മല ഡാമിലോട്ടുള്ളൊരു എൻട്രൻസാണ് മറ്റേത്. ഇവിടാണ് നമ്മൾ കയറി പോകേണ്ടത്. ഗാലറി റോസ് എന്ന് പറയുന്നത്, റോസ് ഗാലറി എന്ന് പറയുന്നൊരു എൻട്രിയാണിത്. ഇത് എക്കോ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ളൊരു ഇതാണ്. ഇവിടെയാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത്. അവിടെ പാർക്ക് ചെയ്ത് ഇവിടെ ചായയും ചെറിയൊരു വടയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് എൻട്രി ആയി. ഒരുപക്ഷെ വേനലായതുകൊണ്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ പച്ചപ്പൊക്കെ ഇച്ചിരി കുറവാണ്. എങ്കിലും കുഴപ്പമില്ല, അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും തിരക്ക് വളരെ കുറവാണ്. നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ്. പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ് നമുക്കിതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. നമുക്ക് എത്രത്തോളം ക്യാമറയ്ക്കകത്ത് പകർത്താം എന്നെനിക്കറിയില്ല. എന്നാലും നമ്മൾ നേരിട്ട് പോയി കാണുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് ഇതിൽ കൂടെ കിട്ടത്തില്ല. എല്ലാവർക്കും എന്താ പറയുന്നത്, നമുക്ക് വന്നൊരു എൻജോയ്മെൻറ്റ്, ഒരു മനസ്സിനകത്തൊക്കെ ഒരു നല്ല സുഖവും കാര്യങ്ങളൊക്കെയാണ്. മനസ്സൊക്കെ നല്ല മൈൻഡൊക്കെ നല്ല ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു ഇടമാണ്. ഊഞ്ഞാലൊക്കെ ഉണ്ട്, കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് ആടാനും എടുക്കാനും. അതാണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെങ്ങുകളും ഒരുപാട് കാണുന്ന കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അതാണ്ട് ഈ ഇടത്തെ സൈഡിൽ കൂടെ ഒഴുകുന്ന ആ ഒരു പുഴയും. ഇത് കറക്റ്റ് കല്ലട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് തെമ്മല ഡാമിൻ്റെ അടുത്തോടെ പോകുന്ന ഒരു വാക്ക് വേ ആണ്. ഈ വാക്ക് വേ ഒക്കെ അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ മെയിനായിട്ടുള്ളൊരു വ്യൂ ആണ് ഇന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ പ്രളയ സമയത്തൊക്കെ ഇവിടെ നല്ല വെള്ളമായിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വെള്ളങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവിടെ നല്ല വീതിയും പൊക്കമൊക്കെ ഉണ്ട്. എങ്കിലും നല്ല രീതി അന്നൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇതായിരുന്നു. നമ്മളിപ്പോൾ കാണുന്നുണ്ട് അവിടെ വലിയ 3 ഷട്ടറുകൾ. ആ ഡാമിലോട്ടുള്ള വെള്ളം തുറന്നു വിടുന്ന 3 ഷട്ടറുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ചെറുതായിട്ട് തുറന്ന് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറിയ ലീക്കേജ് ഉണ്ട്, അതിൽ കൂടെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. എന്താണ്ട് ഇപ്പം നമ്മൾ ഈ കാണുന്ന പൈപ്പുകളിൽ കൂടാണ് ഓവർഫ്ലോ വെള്ളം തള്ളി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ഉണക്ക സമയത്തൊക്കെ വെള്ളം അത്യാവശ്യം വെളിയിലോട്ട് കളയുന്നത് ആ ഒരു ഇതിൽ കൂടെയാണ്, ഓവർഫ്ലോ പൈപ്പിൽ കൂടെയാണ് നമ്മൾ തള്ളി കളയുന്നത്. അങ്ങനെ നമ്മൾ മേലോട്ട് കയറി പ്രകൃതി ഭംഗികളുടെ ചെറിയ ചെറിയ കാഴ്ചകളിലോട്ട് നടന്നു. ഇതിൻ്റെ അകത്തുള്ള ചെറിയൊരു പാലമാണിത്. അതൊരു ഇരിപ്പിട കേന്ദ്രവും വിശ്രമ കേന്ദ്രമൊക്കെയാണ്. അപ്പോഴത്തേക്കും ചെറിയ മഴച്ചാറ്റിലുണ്ടെങ്കിൽ നമ്മൾ പെയ്യെ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പെയ്യെ തിരിച്ചിറങ്ങി ആ പാലത്തേക്കൂടെ തന്നെ തിരിച്ചിറങ്ങി. പിന്നെ പെയ്യെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി. നല്ല ചെറിയ ചാറ്റമഴയേ ഉള്ളൂ, നനയാൻ വയ്യാത്തതുകൊണ്ട് പനിയൊക്കെ പിടിക്കുമല്ലോ. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റിലൊക്കെ തിരിച്ചു വന്നു. ചെറിയൊരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല വിഷ്വലാണ് കേട്ടോ ഇവിടെ നിന്ന് ഈ ഹോട്ടലിലൊരു ഇതും. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ റോസ്റ്റുമാണ് പറഞ്ഞത്. ചെറിയ രീതി അങ്ങനെ കഴിച്ചിട്ട് ഒരു കോഫിയും പറഞ്ഞു. പിന്നെ ഇതാണ്ട് ഈ കാണുന്നതൊക്കെ ആ ഹോട്ടലിൻ്റെ വെളിയിലുള്ളൊരു വ്യൂസാണ്. അവരിവിടെ നല്ല രീതിയിൽ തന്നെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങും കാണാത്തൊരു കാര്യം ഞാനിവിടെ കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മുടെ നാട്ടിൽ മുന്തിരി അവർ കിളിർത്തിട്ടുണ്ട്. അതാണ്ട് ഈ ഇതല്ല, ഈ കാണുന്ന ഏതൊരു നല്ലൊരു ഇതാണ്. അതാണ്ട് ഈ കാണുന്നതാണ് മുന്തിരി. ഈ ഷെഡിൻ്റെ ഫുള്ളിൽ മേളിൽ മൊത്തം മുന്തിരിയുടെ ഇതാണ് ചെയ്തിരിക്കുന്നത്. അതവർ ഏകദേശം മെയിൻറ്റെയിൻ ചെയ്ത്, ഞാനവിടെ തിരക്കായിരുന്നു, അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ഗാർഡനിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്രയും ഭംഗി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങി. അതാണ്ട് ആ ഹോട്ടലിൽ ഇതാണ് എക്സ്പീരിയൻസ് ചെയ്യാം. നേരെ തിരിച്ചിറങ്ങി ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെയൊക്കെ വന്നു. അതിനപ്പുറത്തോട്ട് നല്ല വിഷ്വലാണ്. നല്ല പുറകിലൂടെ ആറിങ്ങനെ ഒഴുകുകയാണ്. കല്ലടയാറാണിത്. കല്ലടയാറിങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥലമാണ്. അധികം നേരം ഇങ്ങനെ വണ്ടി നിർത്തി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം വലിയ വണ്ടികൾ ഒരുപാട് വരുന്നത്. ഇതാണ് ലുക്കൗട്ട്. നമ്മളിവിടെ ഇറങ്ങി വീഡിയോ എടുത്തില്ല, കാരണം നമുക്ക് സമയം ഒരുപാട് കുറവായതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് മുന്നോട്ടിങ്ങനെ പോയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു കള്ള് ഷാപ്പൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. ഞാൻ കയറിയിട്ടില്ല, തോന്നുന്നു നല്ലതായിരിക്കാം തോന്നുന്നു. ഒരു കള്ള് ഷാപ്പൊക്കെ ഉണ്ട് സൈഡിൽ. പിന്നെ ചെറിയ മഴയും ചാറ്റലൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പെയ്യെ അവിടെ നിന്ന് തിരിച്ച് നേരെ ഇങ്ങനെ മുന്നോട്ട് തിരിച്ചു പോയിരുന്നു. നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വരാം.